ചെങ്കടലിലും അറബിക്കടലിലും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. പിന്നാലെ ഹിസ്ബുള്ള ഇസ്രായേൽ സൈനിക താവളവും ആക്രമിച്ചിരിക്കുകയാണ്. ടെലവീവിലെ സൈന്യത്തിന്റെയും ഗവൺമെന്റിന്റെയും കേന്ദ്രമായ ഈ പ്രതിരോധ താവളം യുദ്ധ ക്യാബിനറ്റ് ഉൾപ്പെടെ നിരവധി സൈനിക സ്ഥാപനങ്ങളുടെ ആസ്ഥാനമാണ്. ഒരു വലിയ ഷോപ്പിംഗ് മാളിനും റെയിൽവേ സ്റ്റേഷനും അടുത്തായി നഗരത്തിലെ തിരക്കേറിയ പ്രദേശത്താണ് ഇസ്രായേലിന്റെ ഈ പ്രതിരോധ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. കനത്ത സുരക്ഷാ സംവിധാനങ്ങളുള്ള ഇവിടേക്ക് ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ആക്രമണം ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതാദ്യമായാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന് നേരെ ഇത്തരമൊരു ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഭരണകൂടത്തെയും ഈ ആക്രമണം ശരിക്കും ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. മുൻപ് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മൊസാദിന്റെ ആസ്ഥാനത്തിന് തൊട്ടു മുന്നിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ പ്രതിരോധ ആസ്ഥാനം ലക്ഷ്യമിട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇറാൻ അനുകൂല സായുധ സംഘം ലക്ഷ്യസ്ഥാനം മാറ്റിപ്പിടിച്ചത് ഇറാൻ ചേരി യുദ്ധതന്ത്രം മാറ്റിയതിന്റെ സൂചനയായിട്ടാണ് വിലയിരുത്തുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഹിസ്ബുള്ള അയച്ച ഡ്രോണുകളിൽ ഒന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം പൊട്ടിത്തെറിച്ച് ബെഡ്റൂമിന് സമീപത്തെ ജനലുകൾ തകർന്നതായും അടുത്തിടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. തങ്ങളുടെ സൈനിക ആസ്ഥാനത്ത് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തെക്കുറിച്ച് എന്നാൽ ഇസ്രായേൽ സൈന്യം ഇതുവരെ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല. ലെബനിൽ നിന്ന് വിക്ഷേപിച്ച 2 ഡ്രോണുകളും 40 പ്രൊജക്ടൈലുകളും തങ്ങൾ തടഞ്ഞുവെന്ന് മാത്രമാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഗസയിലെയും ലെബനനിലെയും സൈനിക നടപടികൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനം ആക്രമിക്കപ്പെട്ടെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചാൽ അതിൽ പരം മറ്റൊരു നാണക്കേട് അവർക്കുണ്ടാവാനില്ല. ഹിസ്ബുള്ള ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് കനത്ത ആക്രമണമാണ് നടത്തുന്നത്. ഹിസ്ബുള്ളയ്ക്കൊപ്പം യമൻ സായുധ ഗ്രൂപ്പായ ഹൂതികളും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുകയാണ്. യമൻ തീരത്ത് US യുദ്ധക്കപ്പലുകൾക്ക് നേരെയാണ് ഹൂതി ആക്രമണം നടത്തിയത്. വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കനും മിസൈൽ വേധ സംവിധാനമുള്ള 2 കപ്പലുകൾക്ക് നേരെയാണ് മിസൈൽ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആക്രമണം പെന്റഗൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാബുൽ മന്ദബ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന US കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായെന്നും US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് അത് ഫലപ്രദമായി പ്രതിരോധിച്ചെന്നും പെന്റഗൺ വക്താവ് മേജർ ജനറൽ പാട്രിക് റൈഡർ പറഞ്ഞു. US മിസൈൽ വേധ സംവിധാനത്തിന് നേരെയും ആക്രമണം ഉണ്ടായി. USS സ്റ്റോക്ക്ഡേൽ, USS സ്പ്രിൻസ് എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 8 ഡ്രോൺ ആക്രമണങ്ങളും 5 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളും 3 ക്രൂയിസ് മിസൈൽ ആക്രമണങ്ങളുമാണ് ഉണ്ടായതെന്ന് റൈഡർ പറഞ്ഞു. എല്ലാ ആക്രമണങ്ങളും ഫലപ്രദമായി പ്രതിരോധിച്ചെന്നും ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടമോ ആളപായമോ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെക്കൻ ലെബനനിൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ നിരവധി ഉന്നത ഫീൽഡ് കമാൻഡർമാരെ ഇസ്രായേൽ വധിച്ചതായി റിപ്പോർട്ടുണ്ട്. മുഹമ്മദ് മൂസ സലാഹ്, ഐമാൻ മുഹമ്മദ് നബുൽസി, ഹജ് അലി യൂസഫ് സഹാഫ് എന്നീ പ്രമുഖ ഹിസ്ബുള്ള നേതാക്കൾ 2 വ്യത്യസ്ത വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇസ്രായേലിന് നേരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയവരാണ് കൊല്ലപ്പെട്ടതെന്നും പ്രതിരോധ സേന വ്യക്തമാക്കി.